ഹായ് വെൽക്കം. നമ്മുടെ മാർക്കറ്റ് പേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നലെ ഈവനിങ്ങിൽ നമ്മളൊരു ട്രേഡ് അനാലിസിസ് ഷെയർ ചെയ്തിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് തന്നെയാണ്. അതൊരു അനാലിസിസാണ്, ഒരു ഐഡിയ ആണ്. നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ട്രേഡ് ഐഡിയ നമ്മളവിടെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു റെക്കമെൻഡേഷൻ അല്ല, ട്രേഡ് എടുക്കാനോ ബൈ സെൽ റെക്കമെൻഡേഷൻ അതിനകത്ത് ഷെയർ ചെയ്യാറില്ല. ഒരു ഇൻസ്ട്രുമെൻറ്റ് ഈ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും മാറി മാറി കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി ഒരുപാട് ചാർട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അനാലിസിസ് കിട്ടുമ്പോൾ അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ ഒരു അനാലിസിസ് ഇന്നലെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ക്രൂഡ് ഓയിലുണ്ടായിരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് ഇന്നലെ ഉച്ച മുതൽ ഇല്ല, ഇന്നലെ രാവിലെ ആദ്യത്തെ സെഷൻ, രണ്ടാമത്തെ സെഷൻ ഇന്നലെ ഉച്ചയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം മൂന്നാമത്തെ സെറ്റ് ഓഫ് ബ്രേക്ക് ഔട്ടും അവിടെ ജസ്റ്റ് അതിൻ്റെ ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, അതിലേക്ക് വന്ന അനാലിസിസ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഡേറ്റയാണ് ഇവിടെ തരാൻ ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഇവിടെ വരുന്ന ഈ ഒരു വീഡിയോ കാണാൻ വരുന്ന ബിഗിനറിന് മനസ്സിലാവണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഇതിൻ്റെ പുറകെ നിന്ന് കാര്യമായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള സമയമോ സന്ദർഭമോ ഫിനാൻഷ്യൽ സിറ്റുവേഷനോ ഉണ്ടാവണമെന്നില്ല. എന്നാൽ കഴിയുന്ന രീതിക്ക് ആ ഒരു നോളജ് എല്ലാവരിലേക്ക് എത്തിക്കുക, സേഫറായിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് അതവിടെ നിൽക്കുക. അപ്പോൾ ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് 100 വീഡിയോയ്ക്ക് മേളിലായിട്ടുണ്ട്. ഒരു 4 മാസമായിട്ട് യൂട്യൂബിനുള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ വീഡിയോസ്, ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. നിങ്ങളുടെ അനാലിസിസ് ഷെയർ ചെയ്യാനോ ഇല്ലെങ്കിൽ അവിടെ ഷെയർ ചെയ്യുന്ന അനാലിസിസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ട്രേഡുകൾക്ക് പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുക. അവിടെ ഒരു ട്രേഡ് ബൈ സെൽ റെക്കമെൻഡേഷൻ ആയിരിക്കില്ല. ഒരു ഇന്ന സ്റ്റോക്കിനുള്ളിൽ ഇല്ലെങ്കിൽ ഇന്ന നിഫ്റ്റിയിലോ ചിലപ്പോൾ ക്രൂഡ് ഓയിലിലോ നല്ല ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സാധ്യത കാണുമ്പോൾ അതവിടെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ അനാലിസിസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിരുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ട്രേഡ് അനാലിസിസ് ആയിരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ട്രെൻഡ് അവിടെ കണ്ടിന്യൂസ് പോകുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ ക്യാൻഡിൽസിന് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തുമ്പോഴൊക്കെ റെഡ് ക്യാൻഡിൽസ് വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ഒരു ഗ്രീൻ ആണെങ്കിൽ പോലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ റെഡായിട്ട് കൺസിഡർ ചെയ്യുകയും ഇതൊരു ഗ്രേവ് സ്റ്റോൺ ക്യാൻഡിൽ ആകാനുള്ള സാധ്യത എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ നിന്നൊരു ഷൂട്ടിംഗ് സ്റ്റാറാണ്. അപ്പോൾ ഇത് താഴേക്ക് വരാനുള്ള സാധ്യത കൽപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ട്രേഡ് അനാലിസിസ് ഒരു 64-ന് ബിലോ വന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ബഫറിങ് റേഞ്ച് ആയിട്ടുള്ള 56 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രിക്ക് സാധ്യതയുണ്ടെന്നും പ്രീവിയസ് സ്വിങ് ഏരിയ, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എന്നുള്ളത് അവിടുത്തെ ഒരു SL ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ബെയർ മിനിമം എന്ന് പറയുന്നത് 534 5344-ൻ്റെ താഴെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൺഫേമായി, ആ ഒരു ട്രേഡ് കൺഫേമായി എന്നുള്ളതാണ് ഇതായിരുന്നു ഈ ഒരു ട്രേഡിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഷെയർ ചെയ്ത സംഭവം നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ഫർദർ ഫോൾ എന്ന് പറയുന്നത്, അതിൻ്റെ 3 ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു സാധാരണ ഒരു ട്രേഡർ ഇവിടെ ആയിരിക്കും അതിൻ്റെ എക്സിറ്റ് പ്ലാൻ ചെയ്യുക. ഈ ഒരു ക്യാൻഡിൽ അതിനുശേഷവും വീഴുന്നു. സാധാരണ 1% ക്രൂഡ് ഓയിലിൽ നല്ലൊരു ട്രേഡ് എന്ന് പറയുന്നത്. ഇത് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും ആ ട്രേഡ് 3% വീണ്ടും താഴേക്ക് പോയി എന്നുള്ളതാണ്. ഐ തിങ്ക് 2-2.5% താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ട്രേഡ് എല്ലാ മനുഷ്യനെ കൊണ്ടും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രൊഫഷണൽ ട്രേഡറിനെ കൊണ്ട് മാത്രമേ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രാഡേ ട്രേഡറിന് മാന്യമായിട്ടുള്ളൊരു ട്രേഡ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ഫോളിനുള്ളിൽ 5400 PE എന്നുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് 120 രൂപയിൽ നിന്ന് 200 രൂപയ്ക്ക് മേളിലേക്ക് പോയിട്ടുണ്ട്. അതായത് 80 രൂപയ്ക്ക് മേളിൽ ഒരു പ്രീമിയം ഹൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ലോട്ടിൽ 8000 രൂപയ്ക്ക് മേളിലുള്ള ഒരു മൊമെൻറ്റമാണ് വരിക. സാധാരണ
അത് നല്ല ഒരു അത്യാവശ്യം എല്ലാ ട്രേഡേഴ്സും ഒരു നല്ല സെറ്റ് ഓഫ് ലോട്ട്സ് കയ്യിൽ വച്ചിരിക്കാറുണ്ട്. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഡേ ആണ് ഇന്നലെ സംഭവിച്ചത്. ഇത് കംപ്ലീറ്റ്ലി ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല, 1-2 ട്രേഡുകളായിട്ട് അത്യാവശ്യം നല്ല ക്യാച്ച് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കയ്യിലിരിക്കുന്ന അനാലിസിസ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴേക്കുള്ളൊരു ലെവൽ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ ഈ ഒരു ലെവൽ നേരത്തെ ഹോൾഡ് ചെയ്യുന്ന ഏരിയാസ് ആയിരുന്നു. ഇതിനെ ഞാൻ ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന് മുകളിലേക്ക് പോകുമ്പോഴൊക്കെ താഴേക്ക് പ്രഷറുണ്ട്, ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പ്രഷറുണ്ട്. ഇവിടെ എത്തുമ്പോൾ സെല്ലിംഗ് ഉണ്ടായിരുന്നു, ഇവിടെ എത്തുമ്പോൾ വീണ്ടും സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, ഈ ഒരു സെല്ലിംഗ് പ്രഷറിന് ശേഷം തിരിച്ചൊരിക്കൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നില്ല. സസ്റ്റെയിൻ ചെയ്യാണ്ട് തിരിച്ച് താഴേക്ക് വന്നു. ഈ ഒരു ക്യാൻഡിൽ ലോങ് ലെഗ്ഡ് ഡോജി പോലെ അതിൻ്റെ ഡിസിഷൻ നെഗറ്റീവിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് താഴേക്ക് വന്ന് ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് താഴേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ ഇതിനെയാണ് അവിടെ 56-ൻ്റെ താഴെ നമുക്കൊരു സെല്ലിംഗ് പ്രഷറായിട്ട് ഫീൽ ചെയ്തത്. സോ ഈ സെല്ലിംഗ് പ്രഷറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരു 280 വരെയാണ് അതിൻ്റെ ടാർഗറ്റ്. അതായത് ഈ ഇതൊരു സ്വിങ് ഏരിയയിലേക്ക് താഴേക്ക് വീഴാനുള്ളൊരു സാധ്യത, ഈ ഒരു ഏരിയയിലേക്ക് വീഴാനുള്ള സാധ്യതയാണ് മാക്സിമം ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുക. സോ അതിനുശേഷം വീഴുന്നത് അത് ഗ്ലോബൽ ഡേറ്റ കാരണം വീഴുന്നതാണ്. ഒരു ട്രേഡിൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് റിവാർഡ് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം കിട്ടുന്നത് എക്സ്ട്രാ ബഫറിംഗ് ആണ്. ആ ഒരു ബഫറിംഗ് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ക്യാച്ച് ചെയ്ത ആൾക്കാർ വളരെ കുറവാണ് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ. ബിക്കോസ് അത് അങ്ങനെ തന്നെ ഫുൾ മൊമെൻറ്റത്തിൽ അങ്ങനെ തന്നെ ഫുൾ ഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ക്യാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമലി ഇത് എടുത്ത ആൾക്കാർ ഗ്രൂപ്പിനുള്ളിലുണ്ട്. വളരെ സന്തോഷം, അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ഓക്കെ, ഇതാണ് ആ ഒരു ട്രേഡ് രാവിലെ ഷെയർ ചെയ്തിരുന്ന. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഇതായിരുന്നു ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. രാവിലെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത പൊസിഷൻസ് ആണിത്. ഷെയർ ചെയ്തിരുന്ന ഒരു 5:30 മണി 6:30 മണിക്കൊക്കെ ആയപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ഇത് രാവിലെ ഷെയർ ചെയ്തിരുന്നത്, ഇത് ഉച്ചയ്ക്ക് ശേഷം ഷെയർ ചെയ്തിരുന്നത്, അതിനുശേഷം വൈകുന്നേരങ്ങളിൽ, അതായത് ഒരു 5:30ക്ക് ശേഷം ഷെയർ ചെയ്തൊരു സംഭവമാണിത്. 5:30ക്ക് ശേഷം ഇത് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. 244 ഒക്കെയാണ് അതിൻ്റെ സപ്പോർട്ട്. ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ബാച്ച് 12ൻ്റെ സെഷൻസ് ക്ലാസ്സസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അത് കാരണം കറക്റ്റ് എൻ്റെ ക്ലാസ്സിൻ്റെ ടൈമിലാണ് ആ ഒരു ഫോള് വന്നിരിക്കുന്നത്. അത് കാരണം പേഴ്സണലി എനിക്ക് അതിനകത്ത് ഒരു പൊസിഷൻ ഉണ്ടായിരുന്നില്ല. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. ക്ലാസ് നടക്കുന്ന സമയത്ത് ഞാൻ പൊസിഷൻ എടുക്കാറില്ല. രണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു പൊസിഷൻ അത് വിട്ടേക്കുക. ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്തിരുന്നു. ഗ്രൂപ്പിനുള്ളിൽ ഷെയർ ചെയ്തിരുന്ന 64-ൻ്റെ താഴത്തതായിരുന്നു. വളരെ മനോഹരമായി കുറച്ച് പേര് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് കണ്ടു, സന്തോഷം. അപ്പോൾ ആ ഒരു അനാലിസിസ് മറ്റുള്ളവരിലേക്ക്, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഡേറ്റാസ് ഷെയർ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക് താഴെ ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ട്രേഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് ട്രേഡ് ഒരു വ്യക്തിയെ കൊണ്ട്, ഇൻട്രാഡേ ട്രേഡറിനെ കൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 1:3 റിസ്ക് റിവാർഡ് അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലൊരു 3 ട്രേഡ് ഒരാഴ്ചയിൽ കിട്ടിയാൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാസീവ് ഇൻകം അവിടെ ഉണ്ടാക്കാം. ക്രൂഡ് ഓയിലും ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റെക്കറിങ് ഇൻകം അല്ല, അതൊരു പ്രൈമറി ഇൻകം ആവാനുള്ള സാധ്യത 10ൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരു സാധ്യതയാണ്. അപ്പോൾ അല്ലാത്ത പേർക്ക് ഇത് ജോലിക്ക് ശേഷം വന്നിട്ട് ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും അതിനകത്തൊരു മാന്യമായിട്ടുള്ളൊരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സോ അങ്ങനെ തന്നെ അതിനെ കണക്കാക്കുക. നല്ല മൊമെൻറ്റം കിട്ടുന്ന ഇതുപോലത്തെ ദിവസങ്ങളിൽ അതിനകത്ത് ചെറിയ ട്രേഡ്സ് എടുക്കുക, ഒരു ലാഭം ഉണ്ടാക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ ആണ് ഞാനവിടെ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Trade safe. Take care. Bye.